നിങ്ങൾക്കറിയാമോ, ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരെയാണ് ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികൾ എന്ന് വിളിച്ചിരുന്നത്. ഇത് വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് മറ്റുള്ളവരെ ഷൂ നക്കികൾ എന്ന് വിളിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ സഖ്യം ഉണ്ടാക്കിയതിനു ശേഷം പോളിസി ടുവേർഡ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്നു വർഷാവർഷം. അതേപോലെ തന്നെ പീപ്പിൾസ് വാർ എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രസിദ്ധീകരണത്തിനെതിരെയും അതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിന്റെ ഫയലുകൾ ഇവർ എല്ലാ വർഷവും ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്നു ബ്രിട്ടീഷുകാർ. ഈ തരത്തിൽ 1943 ഒരു റിപ്പോർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിനകത്ത് അവരുടെ ഇന്റലിജൻസ് ഏജൻസിയുടെ അന്വേഷണത്തിന്റെ റിസൾട്ടുകളും ഇവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള കത്തിടപാടുകളുടെ രേഖകളും എല്ലാം ഈ ഡോക്യുമെന്റിനകത്ത്, ഈ റിപ്പോർട്ടിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 1943 സെപ്റ്റംബർ 30 മദ്രാസ് പ്രവിശ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടാണിത്. ഇതിലെ പ്രസക്ത ഭാഗങ്ങളുടെ മലയാള ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. ഗുണ്ടൂർ ജില്ലയിൽ ശക്തമായ കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായ ആന്ധ്രാപ്രവിശ്യയിലെ വിദ്യാർത്ഥി സമ്മേളനം 1943 നവംബർ 12 മുതൽ 1943 നവംബർ 14 വരെ സുന്ദരരാമ റെഡ്ഡി അധ്യക്ഷനായി നടക്കുകയുണ്ടായി. നാഷണൽ യൂത്ത് ലീഗ് അംഗങ്ങളും മറ്റ് കോൺഗ്രസ് അനുകൂല ഘടകങ്ങളും തുടർച്ചയായി തടസ്സങ്ങളും ശല്യങ്ങളും കാരണം സെക്ഷൻ പ്രക്ഷുബ്ധമായിരുന്നു. പ്രസിഡന്റിനെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ബൂത്ത് നക്കി എന്നാണ് കോൺഗ്രസ് അനുകൂലികൾ വിളിച്ചത്. ചെറിയ കല്ലേറുണ്ടായെങ്കിലും ഗുരുതരമായ സംഭവവികാസങ്ങൾ ലോക്കൽ പോലീസ് തടഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി കമ്മ്യൂണിസ്റ്റുകാർ എന്നത്തെയും പോലെ സജീവമാണ്. മദ്രാസിലും മധുരയിലും അവർ സ്ത്രീകളും കുട്ടികൾക്കും വേണ്ടി ബ്രിട്ടീഷ് അനുകൂലമായ പ്രത്യേക യോഗങ്ങൾ നടത്തിവരുന്നു. പതിവ് പോലെ അവർ എവിടെയായിരുന്നാലും പ്രാദേശിക പരാതികൾ മുതലെടുക്കുന്നു. മദ്രാസ് നഗരത്തിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അരിവിതരണം ഏർപ്പെടുത്തിയതിൽ ക്രെഡിറ്റ് അവർ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മധുരയിൽ അവർ വിറകിന്റെ സാഹചര്യം മുതലെടുക്കാനും ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. നെല്ലൂരിലെ സുന്ദരരാമ റെഡ്ഡി, ഗുണ്ടൂർ, കൃഷ്ണ ജില്ലകളിൽ തീവ്ര പര്യടനം നടത്തി ജപ്പാനെതിരെ ബ്രിട്ടീഷുകാരോട് ഐക്യപ്പെടേണ്ടതിന്റെ ആവശ്യകത, ഭക്ഷണ പ്രശ്നങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യോഗങ്ങളിൽ പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ മൊത്തത്തിൽ പ്രസംഗങ്ങളിൽ ബ്രിട്ടനെതിരെ ആക്ഷേപകരമായി ഒന്നും ഉള്ളതായി കാണുന്നില്ല എന്നാണ് ഇവരുടെ റിപ്പോർട്ട് പറയുന്നത്. അതായത് ഇവരായിരുന്നു ശരിക്കുമുള്ള ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയത്. അത് ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇവര് മറ്റുള്ളവരുടെ മേലിൽ ആരോപിക്കുകയായിരുന്നു. നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ പോലെ ഇവരാണ് ശരിക്കുള്ള ചെരുപ്പ് നക്കുന്നത് ആരും അറിയാതിരിക്കാൻ വേണ്ടി അത് മറ്റുള്ളവരുടെ മേലിൽ ഇവരെല്ലാ കാലവും ആരോപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.